മാതാവിനെ ലൂർദിൽ വെച്ച് എന്നോട് പറഞ്ഞത് തന്നെ, അതായത് ഗ്രേസ് ബിൽട്ട് അപ്പോൺ നേച്ചർ എന്ന് നമ്മൾ കേൾക്കും, പക്ഷേ സ്പിരിച്വാലിറ്റി ബേസ്ഡ് അപ്പോൺ ജെനുവിനിറ്റിയാണ്. അത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ഒരു പ്രബോധനമാണ്. ആധ്യാത്മികത ജെനുവിനിറ്റിയിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. മത്തായി 18:21 എടുത്തേ. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഇന്നലെ നമ്മൾ കണ്ട സമരക്കാരുടെ കാര്യമില്ലേ, തീ ഗന്ധ കറക്കാൻ. അപ്പോൾ ആ ആൾക്കാരെ ഓരോരുത്തരെ വിളിച്ച് ഇട്ട് ചെയ്യണം. അവിടെ തീങ്കന്ത് ഇറക്കിയ ആൾക്കാരുടെ അങ്ങനെ പറഞ്ഞെങ്കിലും പത്രോസിനറിയാം ഈ അണ്ണന്മാർ ഇപ്പോഴും സമരക്കാരോട് ക്ഷമിച്ച് കാണത്തില്ല. ചിലപ്പോൾ എന്ത് സ്പിരിറ്റാണ് നിന്നിലുള്ളതെന്ന് ചോദിച്ചില്ലേ. അപ്പോൾ കൊല്ലാരും നശിപ്പിക്കാനുമാണ് കള്ളം വന്നിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണെന്ന് ഈശോ പറഞ്ഞില്ലേ. ഞാൻ 10:10. എങ്കിലും ഈ അണ്ണന്മാർക്കെല്ലാം പൊതുവെ വലിയ മാറ്റമൊന്നുമില്ല. മാറ്റമില്ലെന്നല്ല, അവർക്ക് വേണ്ടത്ര ഈ ജീവൻ ഉണ്ടാകാനും പിന്നെന്താ അത് സമൃദ്ധമാകാനാണെന്നല്ലേ. അപ്പോൾ ജീവൻ സമൃദ്ധിയാണ് ഈശോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് ആണ് പത്രോസിന് ഈശോയുടെ ടോപ്പിക്ക് പിടികിട്ടി. പത്രോസിൻ്റെ വിജയവത പെട്ടെന്ന് കാര്യം മനസ്സിലാവും, പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യും. അതായത് പത്രോസിനെ എപ്പോഴും ഒരു നിഴൽ മറയത്ത് നിർത്തിയിട്ട് വിവരമില്ലാത്തവനെ എടുത്തി അടക്കാനാണെന്നൊക്കെ പറയുന്നില്ലേ, അതിന് പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. കാര്യം എന്താ, പൗലോസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ് ഈ അഭ്യാസം കാണിക്കുന്നത്. പക്ഷേ പത്രോസല്ലേ കർത്താവിൻ്റെ വചനങ്ങളെ കേൾക്കുകയും ആദ്യമായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും അതിൻ്റെ അന്തർധാരകളെ അടിയൊഴുക്കുകയും വൈജ്ഞാനികമായിട്ട് ആവശ്യിക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു ആത്മീയ ശിശുവില്ലേ, ആത്മീയ ശിശുവിൻ്റെ എടുത്താട്ടം മാത്രമേ പത്രോസിനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പത്രോസ് ചോദിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് നീ ജീവൻ സമൃദ്ധിയായി ഉണ്ടാകാനെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ അണ്ണന്മാർ പലരും ഇപ്പോഴും ക്ഷമിച്ചിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഈ ഡയബോളിക് ക്ഷമിക്കാത്ത വൈരാഗ്യ ബുദ്ധിയുള്ള ഡയബോളിക് പേഴ്സണാലിറ്റി നാഗവല്ലി ഇപ്പോഴും ഇവന്മാരുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അതിനാണ് ഇച്ചിരി ചോദിക്കണത്. എത്ര എടുത്തേ. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, അതെ, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുൾ ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. 70 പ്രാവശ്യം എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ ബലഹീനമാകുകയാണ്. എന്തിനാണ്? മനുഷ്യൻ്റെ ശക്തി ഓൺ ഔട്ട് ആകുകയാണ് അവിടെ. വി ഡിക്ലെയർ ദാറ്റ് വി ആർ ഹെൽപ്ലെസ് ആൻഡ് വീക്ക്നെസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമ്മളിപ്പോൾ യാബയായിട്ട് മാറുന്നു. സെർവൻ്റ് ഓഫ് ഗോഡ്, ഒരു പ്രയോജനമില്ലാത്ത ദാസൻ, കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നോട് പറഞ്ഞു 7 പ്രാവശ്യം ക്ഷമിക്കാൻ. എന്നോട് പറഞ്ഞു അവൻ 70 പ്രാവശ്യം ക്ഷമിക്കാൻ. ഞാൻ ബലഹീനനായി ക്ഷമിച്ചിരിക്കുന്നു. അവൻ പറയണ പോലെ ചെയ്യുക. അതാണ് ഉടമ്പടി. ആ ഉടമ്പടിയിലെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കണത്? എന്തെന്നാൽ ബലഹീനതയിലാണ്. കണ്ട, 70ാമത്തെ പ്രാവശ്യം ക്ഷമിക്കുമ്പോൾ 70 പ്രാവശ്യം നിത്യമായി ക്ഷമിക്കുമ്പോൾ നമ്മൾ വി ആർ ഗെറ്റിംഗ് വീക്ക് നമ്മൾ ബലഹീനമായി. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ സമാന്തരമായി സംഭവിക്കുന്ന കാര്യമുണ്ട്. എന്താണത്? 2 കൊറിന്തോസ് 12:9. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി, ദാറ്റ് മീൻസ് കൃപ പ്രവർത്തിക്കുന്നത്.